ഈ GST വിഹിതത്തിന്റെ കുറവ് പറഞ്ഞു. GST പറയുന്നത് ഉൽപാദനം നടക്കുന്ന സ്ഥലത്താണ് നികുതി നിശ്ചയിക്കുന്നത്. അവിടെ സ്വാഭാവികമായിട്ടും കൂടുതൽ കിട്ടും. കേരളം ഒരു കൺസ്യൂമർ സ്റ്റേറ്റാണ് സാർ. ഇവിടെ എല്ലാ ഇപ്പോൾ ഉപ്പുമുളക്, ഉപ്പുതൊട്ട് കർപ്പൂരം വരെ തലയിൽ ചൂടുന്ന മുല്ലപ്പൂ പോലും നമ്മുടെ തമിഴ്നാട്ടിൽ ഉൽപ്പാദിപ്പിക്കണം. ഇവിടെ ഉൽപാദനവുമില്ല. കേരളത്തെ മോശമായിട്ടല്ല, കേരളത്തെ ഭരിച്ച ആളുകൾക്കെതിരായിട്ടാണ് പറയുന്നത്. കേരളത്തെ മാറി മാറി കോൺഗ്രസിന്റെയും മാർക്സിസ്റ്റ് പാർട്ടിയുടെയും ആളുകൾ ഭരിച്ച നിങ്ങൾക്കെതിരായിട്ടാണ് പറയുന്നത്. ഒരു സാധനം ഉൽപ്പാദിപ്പിക്കാത്ത സംസ്ഥാനമായി ഈ കേരളം മാറിയിരിക്കുകയാണ്. ഒരു പെട്ടിക്കട തുടങ്ങാൻ സാധിക്കാത്ത സംസ്ഥാനമായി കേരളം മാറിയിരിക്കുകയാണ്. ഇപ്പോൾ GST കൗൺസിൽ രൂപീകരിച്ചോ പറഞ്ഞതാ 5 വർഷത്തേക്കാണ്. അവിടെ എന്താ പറയുന്ന ഞൊണ്ടിപ്പോകുന്ന സഹോദരന്മാരെ സഹായിക്കും സാധാരണ പറയാറുണ്ട്. കേരളത്തെ പോലെ കിതച്ചു പോകുന്ന ഞൊണ്ടനി പോയിക്കുന്ന സംസ്ഥാനങ്ങളെ സഹായിക്കാനും വേണ്ടിയുള്ള തീരുമാനം GST കൗൺസിലിൻ്റെതാണ്. GST കൗൺസിൽ എന്ന് പറയുമ്പോൾ മെജോറിറ്റി അല്ലെങ്കിൽ മൈനോറിറ്റി ഡിസിഷൻ ഇല്ല, ഭൂരിപക്ഷ ന്യൂനപക്ഷ അഭിപ്രായമില്ല, ഏകകണ്ഠ അഭിപ്രായമാണ് GST കൗൺസിലിൻ്റേത്. ഇവിടെ കേരളത്തിൻ്റെ ധനകാര്യമന്ത്രി ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ ഏകകണ്ഠമായുള്ള അഭിപ്രായം അനുസരിച്ചാണ് GST കൗൺസിലിൻ്റെ തീരുമാനം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ബാലഗോപാലൻ GST കൗൺസിലിൽ പോയിട്ട് എതിർത്ത് സംസാരിക്കാതിരുന്നത്? അപ്പോൾ അതൊന്നുമല്ല, ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി ജനങ്ങളുടെ കണ്ണിൽ ചില പൊടിയിട്ടുകൊണ്ട് ചില ഗിമിക്കുകൾ കാണിച്ചുകൊണ്ട് ചില രാഷ്ട്രീയ പൊറോട്ട് നാടകങ്ങൾ നടത്താനും വേണ്ട നീക്കങ്ങളാണ് ഇവർ നടത്തുന്നത്. മറ്റൊന്ന്, ബഹുമാനപ്പെട്ട കേന്ദ്ര ധനകാര്യമന്ത്രി പാർലമെന്റിൽ സഭയ്ക്കകത്താണ് പറയുന്നത് കേരളത്തിൽ നികുതി പണം കൊടുക്കാനില്ല, അവർക്ക് അർഹമായത് കൊടുക്കുന്നുണ്ട് എന്ന് പറയുന്നത് സഭയ്ക്കകത്താണ് പറഞ്ഞിട്ടുള്ളത്. എന്തുകൊണ്ടാണ് CPM-ന്റെ 3 പ്രതിനിധികളകത്തില്ലേ, അല്ലെ കോൺഗ്രസ് പ്രതിനിധികളകത്തില്ലേ? എന്തുകൊണ്ടാണ് ഒരു അവകാശ ലംഘനത്തിന് നോട്ടീസ് കൊടുക്കാൻ സാധിക്കാത്തത്? കേന്ദ്രത്തെ നയിക്കുന്ന ഒരു മന്ത്രി സഭയ്ക്കകത്ത് പറയുന്ന ഒരു നിലപാടിനെ കുറിച്ച് അവകാശ ലംഘനത്തിന് നോട്ടീസ് കൊടുക്കാൻ എന്തുകൊണ്ടാണ് ഇവർ തയ്യാറാകാതിരുന്നത്? അപ്പോ ഇതെല്ലാം കേവലം തട്ടിപ്പാണ് എന്ന് ഇവിടുത്തെ ജനങ്ങൾക്കറിയാം. മറ്റൊന്ന്, ഇവിടെ 28,000 കോടി രൂപ കടമെടുക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നത് എന്തിനു വേണ്ടിയാണെന്നറിയാമോ? സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ, അല്ല പെൻഷൻ കൊടുക്കാൻ, ഒരു ക്ഷേമപ്രവർത്തനങ്ങൾക്കും വേണ്ടിയല്ല. ഒരു കാര്യം സൂചിപ്പിച്ചോട്ടെ, ഇപ്പോൾ പറഞ്ഞേക്കട്ടെ, ഇവിടെ കടമെടുത്തു എന്ന് പറയുമ്പോൾ സംസ്ഥാന സർക്കാർ മാത്രമല്ല, ഇവിടെ കിഫ്ബി ഉണ്ട്. ഇവിടെ മസാല ബോണ്ട് വഴി രൂപീകരിച്ച കിഫ്ബി എന്നൊരു സ്ഥാപനമുണ്ട്. ഇവിടെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്ന കിഫ്ബി, ആ കിഫ്ബി വഴി കടമെടുത്തിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ KSFE കടമെടുത്തിരിക്കുകയാണ്. ഇവിടുത്തെ നമ്മുടെ ഫിനാൻഷ്യൽ കോർപ്പറേഷൻ കേരള KFC കടമെടുത്തിരിക്കുകയാണ്. ഈ കടമെടുത്തിരിക്കുന്ന തുകയെല്ലാം ആര് തിരിച്ചടക്കും? ഈ പണം മുഴുവൻ അല്ല, പറഞ്ഞേക്കട്ടെ അല്ല, അതല്ല പറഞ്ഞേക്കട്ടെ 188 ലക്ഷം കോടിയാണ് ഇന്ത്യ ഗവൺമെന്റിന്റെ കടം. കടം വാങ്ങുന്നത് ഈ കടം മുഴുവനും ഈ സമാഹരിച്ചിരിക്കുന്ന ലോകം മുഴുവനും നടന്ന കടമെടുത്തിരിക്കുന്ന തുക മുഴുവനും സംസ്ഥാന സർക്കാർ ഏൽപ്പിച്ചിരിക്കുകയാണ്. ആരെ തിരിച്ചടക്കാൻ പോകുന്നത്? സംസ്ഥാന സർക്കാരാണ് ഗ്യാരണ്ടി. ഈ കടം മുഴുവനും പാവപ്പെട്ട ജനങ്ങളോട് അനുഭവിക്കുന്നത്. ഈ നാട്ടിലെ പട്ടിണി പാവങ്ങളല്ല അനുഭവിക്കേണ്ടത്. 1 ലക്ഷത്തിന് മേലെ കടമുള്ള ഒരു സംസ്ഥാനമായിട്ട് ഓരോ ആളോഹരി കടം 1 ലക്ഷത്തിന് മേലെ 3 കോടി ജനങ്ങളും ഇന്ത്യയിലെ കേരളത്തിലെ സംശയം ഗതികെട്ടൊരു സംസ്ഥാനമുണ്ടോ?